പായസത്തിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചെറുപയർ പരിപ്പ് 1 കപ്പ്, ശർക്കര 150 ഗ്രാം, ആവശ്യത്തിനുള്ള ഏലക്കായ്, മുന്തിരി, അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, 1 ലിറ്റർ പാല്. നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇത് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ വറുക്കണം. നമുക്കിതിനെ സ്റ്റൗവിൽ നിന്ന് മാറ്റാം. വറുത്ത് വെച്ച പരിപ്പ് നമുക്ക് കഴുകിയെടുക്കാം. ഇത് കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ച് വിസിലിട്ടെടുക്കാം. ശർക്കര പെട്ടെന്ന് ഉരുകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ മുൻപേ എടുത്ത് വെച്ചിട്ടുള്ള 1 ലിറ്റർ പശുവിൻ പാല് തിളപ്പിച്ചെടുക്കുക. പാല് നന്നായി തിളച്ചിട്ടുണ്ട്. പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലുള്ള ചെറുപയർ പരിപ്പ് വലിയ പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച ശർക്കര അരിച്ചു മാറ്റാം. ഇനി ശർക്കരയും പരിപ്പും കൂടെ കുറുക്കിയെടുക്കാം. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുക്കാം. പായസം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്തിടാം. പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഏലക്കായ് പൊടിച്ചത് കൂടി ചേർക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അഭിപ്രായം രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.